പറപ്പൂക്കര പഞ്ചായത്തിലെ കൊളത്തൂരിൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ നാട്ടുകാർ സ്വന്തം ചിലവിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ പ്രകൃതിക്ഷോഭത്തിൽ നശിച്ചതിനെ തുടർന്ന് അവ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഒരു മാസം മുൻപ് കാറ്റിൽ വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണ് 3 ക്യാമറകളും അനുബന്ധ ഉപകരണങ്ങളും തകർന്നതോടെ പ്രദേശത്തെ നിരീക്ഷണ സംവിധാനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. പറപ്പൂക്കര പഞ്ചായത്തിലെ 10ാം വാർഡിലുള്ള കൊളത്തൂർച്ചാൽ ബണ്ട് റോഡിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ 5 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നത്. രാത്രികാലങ്ങളിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ തള്ളുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സാമൂഹിക വിരുദ്ധരുടെ സാന്നിധ്യം വർദ്ധിച്ചതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ്, പഞ്ചായത്ത് അധികൃതർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം ക്യാമറകൾ സ്ഥാപിച്ചത്. ഇതിനായി നാട്ടുകാർ ചേർന്ന് ഏകദേശം 1.5 ലക്ഷം രൂപ സമാഹരിച്ച് ചെലവഴിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസമുണ്ടായ ശക്തമായ കാറ്റിൽ വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണതോടെ 3 ക്യാമറകളും കേബിളുകളും മറ്റനുബന്ധ ഉപകരണങ്ങളും തകർന്നു. ഇതോടെ മുഴുവൻ നിരീക്ഷണ സംവിധാനവും പ്രവർത്തനരഹിതമായി. നിരീക്ഷണം നിലച്ചതോടെ പ്രദേശത്ത് വീണ്ടും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അടിയന്തരമായി ഇടപെട്ട് ക്യാമറകൾ പുനഃസ്ഥാപിക്കണമെന്ന് കൊളത്തൂർച്ചാൽ ബണ്ട് ജനകീയ സമിതി ഭാരവാഹികളായ ഗോപകിഷോറും വടുതല നാരായണനും ആവശ്യപ്പെട്ടു. നാട്ടുകാരെല്ലാവരും കൂടി ഒരു പൊതുയോഗം ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. അതിൽ മെയിനായിട്ട് എല്ലാവരുടെയും കൂടെ സഹകരണത്തോടു കൂടി ഞങ്ങൾ ഇവിടെ 5 ക്യാമറകൾ സ്ഥാപിച്ചു. ഈ സ്ഥാപിച്ച ക്യാമറകൾ കുറച്ച് കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം ഉണ്ടായിട്ടുള്ള നാച്ചുറൽ കലാമിറ്റിയിൽ ഒരു വലിയ മരം അതിൻ്റെ മുകളിലേക്ക് വീഴുകയും ഇതെല്ലാം കൂടെ തകർന്ന് വീഴുകയും ഉണ്ടായി. അതിനുശേഷം പിന്നീട് ഇപ്പോൾ വീണ്ടും ഈ സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വീണ്ടും നമുക്ക് നാട്ടിൽ നടന്ന് പൈസ പിരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഹെൽപ്പ് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും സമർപ്പിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, കൊടകര.